വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് ഈ നിമിഷം നാം പോവുകയാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണ സംഘം കൂടുതൽ തെളിവുകൾ ശേഖരിച്ചിരിക്കുന്നു എന്നുള്ളതാണത്. ബീഹാറിൽ നിന്ന് 6 ചെക്കുകൾ കൂടി കണ്ടെടുത്തു എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്കൗണ്ട് ഉടമകളുടെ വിശദാംശങ്ങൾ ശേഖരിക്കാനാണ് പോലീസിൻ്റെ നീക്കം എന്നും അറിയുന്നു. KC ഉണ്ണികൃഷ്ണൻ ഇതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നു. ഉണ്ണികൃഷ്ണൻ. ബീഹാറിൽ നിന്നും ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കൂടുതൽ റിപ്പോർട്ടുകളും വിശദാംശങ്ങളുമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 6 ബ്ലാങ്ക് ചെക്കുകളാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനമായുള്ള ഒരു കാര്യം. ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് ഇതുമായി ബന്ധപ്പെട്ട 6 ചെക്കുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ബ്ലാങ്ക് ചെക്കുകളാണ് കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഈ നീറ്റ് ചോദ്യപേപ്പറിനായി കോഴ നൽകാനായി പണം എഴുതാനായി ഉപയോഗിച്ച ചെക്കാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ആ രീതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ ചെക്കുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് ഉടമകളെ കണ്ടെത്തി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. നിലവിൽ 13 വിദ്യാർത്ഥികളാണ് ഈ സംഭവത്തിൽ ബീഹാറിൽ അറസ്റ്റിലായിട്ടുള്ളത്. അവരുടെ കുടുംബങ്ങളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന നടപടികളെല്ലാം തന്നെ തുടരുകയാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നിലവിൽ 7 വിദ്യാർത്ഥികൾക്ക് അടിയന്തരമായി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റു വിശദാംശങ്ങളെല്ലാം തന്നെ ഉടനെ വ്യക്തമാക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളെല്ലാം തന്നെ ചോദിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. NDAയുമായി ബന്ധപ്പെട്ട് വലിയൊരു ആരോപണമെല്ലാം തന്നെ, അതായത് നീറ്റ് പരീക്ഷ ക്രമക്കേടിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ഉയർന്നിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരീക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ വിദ്യാർത്ഥികൾ ഹർജി നൽകിയിരുന്നു. ഈ ഗ്രേസ് മാർക്ക് കിട്ടിയതുമായി ബന്ധപ്പെട്ട് 1500 വിദ്യാർത്ഥികളോളം ഫലം റദ്ദാക്കും എന്ന ഒരു തീരുമാനവും വന്നിരുന്നു. അവർക്ക് പുതിയൊരു പരീക്ഷ നടത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. 23-ാം തീയതി, അതായത് ഈ മാസം 23-ാം തീയതി ഈ പരീക്ഷ നടത്തുമെന്നും സുപ്രീം കോടതി അറിയിച്ചിരുന്നു. എന്തായാലും പ്രവേശന നടപടികളെല്ലാം തന്നെ തുടരട്ടെ എന്നാണ് കോടതി വ്യക്തമാക്കിയിരുന്നത് കഴിഞ്ഞ ദിവസം. അതോടൊപ്പം തന്നെ ഈ 1500ഓളം വിദ്യാർത്ഥികളുടെ ഫലം റദ്ദാക്കും, അവർക്ക് പുതിയ പരീക്ഷ നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട NDAയുടെ വിശദാംശങ്ങൾ തേടിയപ്പോൾ, അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് വിശദാംശങ്ങൾ തേടിയപ്പോൾ പറഞ്ഞത് കൗൺസിലിംഗ് തടയാനാവില്ലെന്നാണ് NDA വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ ഈ ക്രമക്കേട് ആരോപണത്തിൽ വലിയ ക്രമക്കേട് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ ശക്തമായി ഉയർന്നു വരുന്ന ഘട്ടത്തിൽ തന്നെയാണ് ബീഹാറിൽ നിന്നും ഇപ്പോൾ പുതിയ വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബീഹാറിലും ഒരു 6 ബ്ലാങ്ക് ചെക്കുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കോഴ നൽകിയെന്ന് കരുതുന്ന രീതിയിലുള്ള ചെക്കുകളാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സംഭവത്തിൽ ഒരു 13 വിദ്യാർത്ഥികൾ അറസ്റ്റിലായിട്ടുണ്ട്. കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാനായി പോലീസ് വിളിപ്പിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നീറ്റ് അത്ര നീറ്റല്ല എന്ന് തന്നെയാണ് വ്യക്തമായി കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ അതോടൊപ്പം തന്നെ പുതിയ വിവരങ്ങളും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. MS